നമ്മൾ പാടി പഠിക്കാൻ ആരംഭിക്കുന്നു. ഒരു വാക്ക് സങ്കീർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സങ്കീർത്തനങ്ങളിലൂടെയാണ് ഈശോ കുഞ്ഞുനാൾ മുതലേ എല്ലാം പഠിച്ചത്. ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകമായിരുന്നു സങ്കീർത്തനം, ഈശോയുടെ പഠന പുസ്തകമായിരുന്നു സങ്കീർത്തനം. സങ്കീർത്തനങ്ങളെല്ലാം തന്നെ ഈശോയെക്കുറിച്ചായിരുന്നു, വരാനിരിക്കുന്ന രക്ഷയെക്കുറിച്ചായിരുന്നു, വരാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചും അതിൻ്റെ യുഗാന്ത്യപരമായ ആ പുതിയ ജെറുസലേമിനെ കുറിച്ചായിരുന്നു. ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർ സ്ലേം നഗരിയവൻ കരുണാവാരിധിയവനല്ലോ. കണ്ടോ, സങ്കീർത്തനമാണ്. പക്ഷെ ആരെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? യുഗാന്ത്യത്തിൽ വരാനിരിക്കുന്ന ഒരു പുതിയ ജെറുസലേം, പുതിയ ആകാശം, പുതിയ ഭൂമിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ ഈശോയുടെ ജീവിതം മുഴുവനും സങ്കീർത്തനത്തിലുണ്ട്. അങ്ങനെ ഒരു ക്രിസ്തു വിജ്ഞാനീയമാണ് സങ്കീർത്തനം മുഴുവനും. അതുകൊണ്ടാണ് ഈശോ പിന്നീട് പറഞ്ഞത്, എന്നെക്കുറിച്ച് മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. എപ്പോഴാണ് ഈശോ ഇത് പറഞ്ഞത്? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ഈശോ അവർക്ക് വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് പറയായിരുന്നു, എന്നെക്കുറിച്ച്. അപ്പോൾ ഈശോയെക്കുറിച്ചാണ് പഴയ നിയമത്തിൽ മുഴുവനും എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് മനസ്സിലായത് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. അതുവരെ ഇത് ആർക്കും മനസ്സിലാക്കി കൊടുത്തിരുന്നില്ല. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെയാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം നമുക്കിതെല്ലാം മനസ്സിലാകണം. ഇത് മനസ്സിലാകുന്നതിലാണ് നമ്മുടെ വിജയം. അപ്പോൾ സങ്കീർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മളിപ്പോൾ സീറോ മലബാർ ആരാധനക്രമത്തിൽ കാലത്തിനനുസരിച്ചുള്ള സങ്കീർത്തനം എന്ന് പറയില്ലേ, കാലത്തിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ അന്നേ തന്നെ ഈ കാലഘട്ടത്തെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനമായിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നോ ഇല്ലയോ? അതാണ് ഈ കാലങ്ങളെല്ലാം ആരുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്? മിശിഹാ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടു. ഈശോയുടെ പിറവി, ഈശോയുടെ പരസ്യ ജീവിതം, ഈശോയുടെ പീഡാനുഭവം, മരണം, സംസ്കാരം, ഉയർപ്പ്. ഇപ്പോൾ നമ്മൾ സ്ലീഹാകാലമാണ്. എന്നാൽ ഈ സ്ലീഹാകാലത്തെക്കുറിച്ച് അന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനെ കുറിച്ചൊക്കെ അന്നേ പ്രവചനം ഉണ്ടായിരുന്നു. അതെല്ലാം അപ്പോൾ സങ്കീർത്തനങ്ങളെ നമ്മൾ ഇനി പഠിക്കുമ്പോൾ, ഞാനും പണ്ട് ഒരുപാട് പാട്ടൊക്കെ എഴുതിയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞു, ഇനി നീ പാട്ടൊന്നും എഴുതണ്ട എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ ഇത്തിരി പ്രയാസം തോന്നി. പാട്ട് എഴുതാനായിട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് പറയണത്, ഇനി നീ പാട്ടൊന്നും എഴുതണ്ട. അപ്പോൾ ഇതെന്താ അങ്ങനെ പറയണേ? വലിയ ആകാംക്ഷയോടെ ഞാൻ പാട്ട് എഴുതാനിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പറയണേ, ഞാൻ കുറേ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ പാടാത്തത് എന്താ? 150ഓളം പാട്ട് ഞാൻ പാടുമായിരുന്നു. എൻ്റെ അധരം കൊണ്ട് ഞാൻ പാടുമായിരുന്ന പാട്ടുകൾ നിങ്ങൾ പാടാത്തത് എന്താ? പശ്ചാത്താപം വന്നു. അന്നു മുതൽ ഞങ്ങളുടെ പാട്ട് നിർത്തി. അങ്ങനെയാണ് ഈ സങ്കീർത്തനങ്ങൾക്ക് ഇതുപോലെ ഈണം പകർന്ന് ഇപ്പോൾ എല്ലാ സങ്കീർത്തനങ്ങളും ഞങ്ങൾ ഒരുവിധമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കാലത്തിൻ്റെ തികവിൽ സങ്കീർത്തനങ്ങളിലൂടെ ഒരു ധ്യാനം തന്നെ
എൻ്റെ ഉള്ളിൽ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത ഇതായിരിക്കും, നമ്മൾ ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ളൊരു ഗാനം ആലപിക്കും, വേറെ എല്ലാ ഗാനങ്ങളും സങ്കീർത്തനങ്ങൾ മാത്രമായിരിക്കും. 2-3 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ജെറുസലേമിലാണെന്ന് നല്ല ഉറപ്പായി മാറും. വിശുദ്ധന്മാർ സെൻറ്റ് ജെറോം എല്ലാം പറഞ്ഞിരുന്നത്, ജെറുസലേമിൽ ഞങ്ങൾക്ക് സങ്കീർത്തനങ്ങൾ ഒഴികെ വേറെ ഒന്നും കേട്ടിരുന്നില്ല എന്നാണ് പറയണമെന്ന്. അപ്പോൾ ജെറുസലേം നിവാസികളും ഇസ്രായേൽ ജനത മുഴുവനും അവരുടെ അനുദിന ജീവിതം പ്രഭാതം മുതൽ പ്രദോഷം വരെ സങ്കീർത്തനങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞേ. മാതാവും ഔസേപ്പിതാവും എല്ലാം ജോലി ചെയ്യുമ്പോഴും സങ്കീർത്തനങ്ങൾ പാടി പാടി ജോലി ചെയ്തിരുന്നത്. തോട്ടം നനയ്ക്കുന്ന സമയത്ത് സങ്കീർത്തനം പാടും, കരിക്ക് അരിയണ നേരത്ത് സങ്കീർത്തനം പാടും, അവിടുത്തെ സ്ത്രീകൾ കൊയ്യുന്ന സമയത്ത് സങ്കീർത്തനം പാടും. അപ്പം അവരുടെ ജീവിതത്തിൻ്റെ താളമായി മാറി സങ്കീർത്തനം. ഇത് കന്യാസ്ത്രീമാർക്കെല്ലാം വളരെ അഡാപ്റ്റബിൾ ആയിരിക്കുന്നത്. നമ്മളും തോട്ടം നനയ്ക്കാറുണ്ട്, ആ സമയത്തൊരു സങ്കീർത്തനം പാടി നനയ്ക്കണം. അതിനൊക്കെ ഉള്ള സങ്കീർത്തനങ്ങൾ പഠിപ്പിച്ചു തരാം. വസ്ത്രം അലക്കുമല്ലോ, അലക്കോ ഇല്ലയോ, അതിന് പറ്റിയ സങ്കീർത്തനമുണ്ട്. അപ്പോൾ വസ്ത്രം അലക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവും മനസ്സിലും സങ്കീർത്തനം പാടണം. ആ സങ്കീർത്തനങ്ങളെല്ലാം ഈശോയെക്കുറിച്ചാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ ജനനത്തിന് 1000-ലധികം വർഷം മുമ്പ് പ്രവചിക്കപ്പെട്ടിരുന്നതാണ് ഈ സങ്കീർത്തനങ്ങളെല്ലാം. ദാവീദ് രാജാവിലൂടെയും അന്നത്തെ പല പ്രവാചകരിലൂടെയും പരിശുദ്ധാത്മാവ് നൽകിയ ഈ പ്രവചന ഗീതങ്ങളെല്ലാം വരാനിരിക്കുന്ന ഈ പുതിയ രാജ്യത്തെക്കുറിച്ചും ഈ പുതുവീഞ്ഞിനെക്കുറിച്ചും ഈ രക്ഷയെക്കുറിച്ചും ആ രക്ഷയുടെ പൂർണ്ണതയിൽ ദൈവരാജ്യത്തിൻ്റെ സമ്പൂർണതയിൽ ഉണ്ടാകാനിരിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി, ഇതാണ് എല്ലാ സങ്കീർത്തനത്തിലെയും വിഷയം. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാവ്യാത്മകത എല്ലാം പ്രതീകങ്ങളിലൂടെയാണ്, പ്രതീകങ്ങളാണ്. ഇപ്പൊ നമ്മൾ കേട്ടു, കർത്താവാണ് എൻ്റെ ഇടയൻ. ഇടയൻ ബൈബിളിലെ ഒരു വലിയ പ്രതീകമാണ്. ഇടയൻ ഇല്ലേ, എന്തോ ഒരു വലിയൊരു പ്രതീകമാണ് ഇടയൻ. ആരാണ് ആ ഇടയൻ? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അടുത്ത പ്രതീകം അതിൽ തന്നെ, പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. ഇവിടെ എന്തെല്ലാമാണ്? പച്ചപ്പുല്ല്, തകിടി പ്രതീകമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പം ഇടയൻ ആരുടെ പ്രതീകമാണ്? ഈശോയുടെ പ്രതീകമാണ്. ഈശോയ്ക്ക് 1000-ലധികം വർഷം മുമ്പാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ വരാനിരിക്കുന്ന ഇസ്രായേലിൻ്റെ നായകനും സകല ജനത്തിൻ്റെയും വിമോചകനും ലോകത്തെ മുഴുവനും നയിക്കുന്ന ഒരിടയൻ വരും. പച്ചയായ പച്ചപ്പുല്ല്. അപ്പോൾ ഇടയനും ആടുകളും ഇസ്രായേൽക്കാർക്ക് നല്ല എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. മിക്കവാറും വലിയ വലിയ വീടുകളിലെല്ലാം ഒരുപാട് ആടുകളുണ്ട് അവർക്ക്. അതിനെ നോക്കാൻ ഇടയനുണ്ട്. അപ്പോൾ ആ ഇടയന്മാരുടെ ശബ്ദം കേട്ടാൽ ആടുകൾ ഉടനെ ഇടയൻ്റെ പുറകെ.
ഓരോ കൂട്ടം ആടുകൾക്കും ഓരോ ഇടയനുണ്ട്. ആ ഇടയൻ്റെ ശബ്ദങ്ങൾ വ്യത്യസ്തമാണ്. ഒരിടയൻ്റെ ശബ്ദം ഇങ്ങനെ ആയിരിക്കാം, ഡേവിഡ് എന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ എന്ന് കേട്ടാൽ ഉടനെ ആടുകൾക്കറിയാം ഇത് എൻ്റെ ഇടയൻ്റെ ഒച്ചയാണ്. വേറെ ഒരിടയന് വേറെ ശബ്ദമായിരിക്കും. ഇതെല്ലാം ഈ ശബ്ദം എന്തിന് പ്രതീകമാണ്? ഇപ്പം ഇന്നലെ പത്രോസ് പറഞ്ഞില്ലേ, എന്നാൽ അങ്ങയുടെ ശബ്ദം പോലെ ഞാൻ ചെയ്യാം, അങ്ങ് പറയുന്ന പോലെ ഞാൻ ചെയ്യാം. വേറെ ഒന്നും കേൾക്കണ്ട, ആ ശബ്ദം കേൾക്കുക, ആ ശബ്ദം പറയുന്ന പോലെ ചെയ്യുക. ആ ശബ്ദം പറയാണ്, ഇതാ ഇതിലെ വാ, അതിലെ പോവുക. എന്തിനാ ഇപ്പം അവിടെ പോകണ്ടേന്നൊന്നും ചിന്തിക്കരുത്. ആടുകൾ അങ്ങനെ ചിന്തിക്കില്ല. ആടുകൾ അങ്ങനെ ചിന്തിക്കില്ല. ഇതിലെ പോ, ഇതിലെ പോ, അതിലെ പോ. ഇതാണ് നമ്മുടെ ആത്മീയത. മറിച്ച് എന്തിനാ അവിടെ പോണേ? അവിടെ പോയാൽ ഭയങ്കര പ്രശ്നമാവൂലേ? ഇല്ല, ഞാൻ അതിലെ പോണില്ല, ഞാൻ ഇവിടെ പോകും. അപ്പോൾ ആട് വഴിതെറ്റി, ആട് വഴിതെറ്റി. അപ്പോൾ ഈ വലിയ ഇടയൻ, അപ്പോൾ പത്രോസ് പറയാണ്, ഇനി അങ്ങ് പറയുന്ന പോലെ ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞാൽ ആട് ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നല്ലേ അർത്ഥം? ഇനി എന്താണ് ഈ പച്ചപ്പുല്ല്? പച്ചപ്പുല്ല് ആടുകളുടെ പ്രധാന ഭക്ഷണം പച്ചപ്പുല്ലാണ്. പച്ചപ്പുല്ലും വെള്ളവും. പച്ചപ്പുല്ലും വെള്ളവും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും, അതാണ് പച്ചപ്പുല്ല്. എന്താണ്? സജീവമായ വചനം, അവതരിക്കപ്പെട്ട വചനം. പച്ചപ്പുല്ല് എന്ന് പറയുന്നത് നമ്മളാകുന്ന പ്രജകളാകുന്ന ആടുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാകുന്ന, ആത്മാവിൻ്റെ ഭക്ഷണമാകുന്ന വചനമാണ് പച്ചപ്പുല്ല്. ജലമോ പരിശുദ്ധാത്മാവ്. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അപ്പൊ ഈ ആടുകൾ വെള്ളം കുടിക്കാൻ ചെന്നാൽ വെള്ളം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ കുടിക്കില്ല. അതിൻ്റെ അർത്ഥം അവിടെ എന്തോ അപകടമുണ്ട്, ആ വെള്ളം കൊള്ളില്ല. വളരെ ശാന്തമായി കിടക്കുന്ന വെള്ളമേ അവർ കുടിക്കുള്ളൂ. അത് വിശ്വാസികളായ നമ്മൾക്ക് തരുന്ന പരിശുദ്ധാത്മാവാണ്. ഇനി ഈ ആടുകളെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ കുന്നും കുഴിയും എല്ലാം ഉണ്ടാകും. പക്ഷേ അതെല്ലാം ഇടയൻ മനസ്സിലാക്കിയിട്ട് ഇവരെ കുഴിയിൽ വീഴാതെ നയിക്കുന്നതിനാണ് ഇടയൻ്റെ കയ്യിൽ ഒരു ദണ്ടുണ്ട്, ദണ്ട്. ആ ദണ്ടിന് രണ്ട് ഉപയോഗമാണ്. ഒന്ന്, ഇടയനിങ്ങനെ കുത്തി കുത്തി പോകും. അപ്പോൾ കുഴി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇടയന് ശരിക്കും മനസ്സിലാകും. ആടുകൾ കുഴിയിൽ വീഴാതെ ആടുകളെ വേറെ വഴിക്ക് കൊണ്ടുപോകാം. ഇനി അതിനിടയ്ക്ക് വല്ല പാമ്പോ പഴുതാരയോ തേളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വെടിവെച്ച് ഒരു തട്ട് കൊടുക്കും, പാമ്പ് പാടിയേ. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര എന്ന് പറഞ്ഞാൽ പാപകരമായ അവസ്ഥയിലൂടെ നമ്മൾ പോയാലും ഒന്നും ഭയപ്പെടേണ്ട. ആര് നമ്മുടെ കൂടെയുണ്ട്? നമ്മുടെ ഇടയൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മളെപ്പോഴും പാപത്തിൻ്റെ താഴ്വരയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് എങ്കിലും നമ്മൾ പോകുന്ന താഴ്വര വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മളുടെ പ്രവർത്തന മണ്ഡലങ്ങൾ ഇനിയും വിശദീകരിക്കപ്പെടാത്ത സ്ഥലങ്ങളാണ്.
അതുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾ എത്ര ഭയാനകമായ, എത്ര ബലഹീനതയുള്ള അവസ്ഥയിലായാലും ഇടയൻ കൂടെയുണ്ട്. അത് ഹിന്ദിയിൽ ഇങ്ങനെ പാടുന്നത്, घाटी पहाड़ियों में ले चलते हैं, जहाँ पर सुखदाई जल की झरने बहती है, यीशु है सच्चा गडरिया, हम उसके बेड़े हैं, हरी चराइयों में हमें चराता है, यीशु है सच्चा गडरिया, हम उसके बेड़े हैं, हरी चराइयों में हमें चराता है. നന്നായിട്ട് പാടാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങാം, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടൊന്ന് എഴുന്നേറ്റ് നിന്ന് പാടിയാലോ? ഞാൻ പറഞ്ഞു, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതുകൊണ്ട് നിങ്ങളൊന്നും വിഷമിക്കണ്ട. നിങ്ങളെ പൊക്കിയും ഇരുത്തിയും ചാടിപ്പിച്ചൊക്കെ എങ്ങനെയെങ്കിലും ഇന്ന് നമ്മൾ വൈകുന്നേരം ആക്കും. ഇപ്പോൾ ഒരു ആശയം കൂടി ഒന്ന് നിന്നിട്ട് കേൾക്കൂ. ഒന്ന്, ഈശോയ്ക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരുന്നതാണ് ഈ സങ്കീർത്തനങ്ങളെന്നും ഈ സങ്കീർത്തനങ്ങളിലെ പ്രധാന കഥാനായകൻ ആരാണ്? ഈശോയാണെന്നും ഈ സങ്കീർത്തനത്തിലെ കഥ എന്താണ്? ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ ഉണ്ടായിരിക്കുന്ന രക്ഷയും അതിൻ്റെ അനുഭവകർത്താക്കളായ നമ്മൾ ഓരോരുത്തരെയും കുറിച്ചാണെന്നും. നമ്മളല്ലേ ആടുകൾ? നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മൾ ഭക്ഷിക്കുന്ന പച്ചപ്പുല്ല് ദൈവവചനവും പരിശുദ്ധാത്മാവും നമ്മളെക്കുറിച്ചാണ്. ഇതിനേക്കാൾ ഉപരി ഇസ്രായേൽ ജനം പാടി പാടി പ്രാർത്ഥിച്ചിരുന്നതാണെന്നും ഈ മാതാവ് എല്ലാ ദിവസവും പാടിയിരുന്നതാണെന്നും ഈശോ തന്നെ എല്ലാ ദിവസവും പാടിയിരുന്നതാണ് ഈ സങ്കീർത്തനങ്ങൾ എന്ന് ഓർക്കണം. ഇതേ സങ്കീർത്തനം മാതാവും ഈശോയും എല്ലാ ദിവസവും പാടിയിരുന്നതാണെന്ന് ഓർക്കണം. നമ്മളിപ്പോഴും ഈശോ ഇതേ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പാടുമ്പോഴെല്ലാം ഈശോയുടെ ഒപ്പമാണ് പാടുന്നതെന്ന് ഓർത്തുകൊണ്ട് ഒന്ന് പാടിയേ. നീ ഇത്രയും ബോധ്യത്തോടൊന്ന് പാടിയേ. 23-ാം സങ്കീർത്തനം.
വീട്ടിൽ നിന്നൊക്കെ ഫോൺ വരും, ഇവിടെ ഈ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് പാടണം? കർത്താവാണെൻ്റെ ഇടയൻ, ഇങ്ങനെ അവർ പാടണം. കർത്താവാ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അപ്പൊ അവരോട് എന്ത് പറയണം? എന്താണ് ഈ പച്ചപ്പുല്ലെന്ന് വിചാരിച്ചേക്കണേ? ബാങ്ക് ലോണോ ലക്ഷക്കണക്കിന് രൂപയോ ഒന്നുമല്ല, വചനം. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട്. എന്ത് വേണം? നിങ്ങൾ എല്ലാ ദിവസവും വചനം വായിക്കുക, പരിശുദ്ധാത്മാവേ നിറയണേന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. മനസ്സിലായോ? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല.
ഈ ധ്യാനമെല്ലാം കഴിഞ്ഞ് മഠത്തിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കില്ല എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം. ഇനി നമ്മൾ ഒന്നും എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കരുത്. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും അവതരിപ്പിക്കണം. മനസ്സിലായോ? എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം? കർത്താവാണ് എൻ്റെ ഇടയൻ, നീനും കുറവുണ്ടാവുക. എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. 2-3 സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായി. അപ്പോൾ ഒരാൾ ആദ്യത്തെ സ്റ്റെപ്പ് പാടണം. അപ്പോൾ എങ്ങനെ പാടും? നമുക്ക് ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഒരു സിസ്റ്റർ പാടും, താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പൊ അടുത്ത സിസ്റ്റർ പാടും, പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. അപ്പൊ അടുത്ത സിസ്റ്റർ പാടും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. ഇനി എല്ലാവരും കൂടി പാടും, കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. Praise the Lord. ഈ സങ്കീർത്തനങ്ങൾ പാടുമ്പോൾ എത്ര പാടിയാലും നമ്മൾ ക്ഷീണിക്കില്ല എന്നുള്ളതാണ്. അതാണ് പറയുന്നത്, നമുക്ക് ഉന്മേഷം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇസ്രായേലിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരിത് പാടുമായിരുന്നു. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം രാവിലെ മുതൽ ജോലി കഴിയുന്നത് വരെ ഇത് പാടിയാണ് ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് പിന്നീട് കാലത്ത് പുതിയ നിയമ കാലഘട്ടത്തിൽ ഒരുപാട് കൊവേന്തകളിൽ 150 സങ്കീർത്തനവും ഒരു ദിവസം പാടുന്ന കൊവേന്തകളുണ്ട്, ഇപ്പോഴുണ്ട്. അതൊരു അപ്പോസ്റ്റലേറ്റാണ് അവർ. അതൊരു അങ്ങനെയാണ് ഈ ഗ്രിഗോറിയൻ സംഗീതവും ഗ്രിഗോറിയൻ ചാൻഡും എല്ലാം ഉണ്ടായത്. യൂറോപ്പിലും ഫ്രാൻസിലൊക്കെ ഉള്ള പല കൊവേന്തകളിലും ഇപ്പോഴും അവർ ഓർഗനെല്ലാം വെച്ച് സന്യാസിനികളും സന്യാസരും ഇങ്ങനെ ഈ 150 സങ്കീർത്തനവും പാടുന്ന ഒരു പതിവുണ്ട്. ആ 150 സങ്കീർത്തനവും മുഴുവനും ഈ രക്ഷാകര ചരിത്രം മുഴുവനും അതിലുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ യാമ പ്രാർത്ഥനകളിലെല്ലാം സങ്കീർത്തനങ്ങളാണ്. ഈ സങ്കീർത്തനങ്ങൾ അത് തന്നെയാണ് അവരന്നും പാടിയിരുന്നത്. അതുകൊണ്ടാണ് 55-ാം സങ്കീർത്തനത്തിൽ ഈ യാമ പ്രാർത്ഥനകളെ കുറിച്ച് പറയുന്നുണ്ട്. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ അവലാതിപ്പെട്ടു കരയും. അവിടുന്ന് എൻ്റെ സ്വരം സങ്കീർത്തനം 55:17 കണ്ടോ? സങ്കീർത്തനം 55:17 പറയുന്നത് എന്താ? സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ അവലാതിപ്പെട്ടു കരയും. അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും. കണ്ടോ? സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഇതൊക്കെ അന്നേ അവർ പാടാറുള്ളത്. Praise the Lord. ഇനി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിനായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. നമ്മളുടെ പാട്ടുകടലാസിൽ 1-ാമത്തെ ഗാനം ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം പാടിക്കൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് പുതിയ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നെ
അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാലും പ്രത്യേകിച്ച് ജ്ഞാനം നൽകി അഭിഷേകം ചെയ്യണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ജ്ഞാനം തുറക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ. ജ്ഞാനം നൽകണമേ. എന്നിൽ കത്തി പടരണമേ. വെളിപാട് നൽകണമേ. ദൈവിക രഹസ്യങ്ങൾ തുറക്കണമേ. ദൈവിക രഹസ്യങ്ങൾ തുറക്കണമേ. ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ, ആഴമായ ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ. ആത്മാവേ, ആത്മാവേ,
നമ്മിൽ വസിക്കുന്നു. ആ ഇടയൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ നയിക്കുന്നു. ദൈവവചനമാകുന്ന പച്ചപ്പുല്ലിലേക്കും പ്രശാന്തമായ ജലാശയമാകുന്ന പരിശുദ്ധാത്മാവിലേക്ക് നയിക്കുന്നു. ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു.